എന്റെ പൊന്നു ടീച്ചർ, അതായത് ഫ്രൂട്ട്സ് കഴിച്ചു എന്നുള്ള പേരിൽ നിങ്ങൾക്ക് പ്രമേഹം വരില്ല. പാരമ്പര്യമായിട്ട് പ്രമേഹം ഉണ്ടായിരുന്നുള്ള ഒരു പേടി കൊണ്ടല്ലേ പഴങ്ങള് ധാരാളമായിട്ട് കഴിച്ചാൽ പ്രമേഹം വരുമെന്നുള്ള ഈ ഭയപ്പാട് കൊണ്ട് നടക്കണേ. ധൈര്യമായിട്ടിരുന്നോ, പഴങ്ങൾ കഴിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് പ്രമേഹം വരില്ല. കാരണം നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആരോഗ്യകരമായ, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മധുരം പഴങ്ങളിലാണ്. പക്ഷെ ഹൈ ബ്ലഡ് ഷുഗർ ഉള്ളവര്, വളരെയധികം പ്രമേഹം വളരെ കാലമായിട്ടുള്ളവര്, 2-3 നേരമൊക്കെ പതിവായിട്ട് ഇൻസുലിൻ ഒക്കെ എടുക്കുന്നവര് പഴങ്ങൾ കഴിച്ചാൽ ആ പഴത്തിന്റെ മധുരം പോലും അവരുടെ ബ്ലഡ് ഷുഗർ ലെവല് കൂട്ടിക്കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ തീർച്ചയായിട്ടും പ്രമേഹം ഒരു ബോർഡർ ലൈൻ ഷുഗർ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഴങ്ങൾ കഴിച്ചിരിക്കണം. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് ന്യൂട്രിയൻസ്, വൈറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും ആന്റി ഓക്സിഡൻസ് ആയാലും നാരുകളായാലും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള സംഗതികളാണ് പഴങ്ങൾ. നമ്മുടെ ശരീരത്തിനും ദഹനേന്ദ്രിയ വ്യൂഹത്തിനും ചർമ്മത്തിനും മാത്രമൊന്നുമല്ല, രക്തചംക്രമണ വ്യൂഹത്തിനും ഒരുപാട് ഗുണങ്ങളുള്ള സംഗതികളാണ് പഴങ്ങൾ. നമ്മുടെ ജീവൻ നിലനിർത്താൻ പഴങ്ങൾ മാത്രം മതി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഈ ആർട്ടിഫിഷ്യൽ ഷുഗർ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയും അതുപോലെ ബേക്കറികളിൽ നിന്ന് വാങ്ങിക്കുന്ന നിങ്ങൾ പലതരം ബേക്കറി സാധനങ്ങൾ, പലതരം മധുര പലഹാരങ്ങൾ, ചോക്ലേറ്റും ഐസ്ക്രീമും, ഇത്തരം സംഗതികൾ, ഇത്തരം ആർട്ടിഫിഷ്യൽ ഷുഗർ, ഇത്തരത്തിലുള്ള കൃത്രിമമായ മധുരം ചേർത്ത് തയ്യാറാക്കുന്ന പദാർത്ഥങ്ങളാണ്, കളറുകളൊക്കെ ചേർത്തിട്ടുള്ള ശീതള പാനീയങ്ങൾ, ഇത്തരം സംഗതികളൊക്കെയാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. അത് ഈ പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ളതിനേക്കാൾ വളരെയധികം മടങ്ങ്, 10 മടങ്ങ് മധുരം ഇത്തരം സംഗതികൾ അടങ്ങിയിട്ടുണ്ട്. പഴങ്ങളിലുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായ മധുരമാണ്. നമ്മുടെ ശരീരത്തിന് അതിനെ വിഘടിപ്പിക്കുന്നതിന് വളരെ എളുപ്പമാണ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഷുഗർ നമ്മുടെ കിഡ്നിക്കും ദഹനേന്ദ്രിയ വ്യൂഹത്തിനും മറ്റ് അവയവങ്ങൾക്കും ചയാപചയ പ്രവർത്തനങ്ങൾക്കും ഒരുപാട് ഭാരം സൃഷ്ടിക്കുന്നുണ്ട് ഈ മധുരം, ആർട്ടിഫിഷ്യൽ ഷുഗർ. പക്ഷേ പഴങ്ങളിൽ നിന്നുള്ള മധുരം ധാരാളം ആന്റി ഓക്സിഡൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്, ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കുന്നതിന്, നവീകരിക്കുന്നതിന്, നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ വരാതെ, പ്രായം ബാധിക്കാതെ ആന്റി ഏജിങ് എഫക്റ്റ് ഉള്ള സംഗതിയാണ് പഴങ്ങൾ. ചർമ്മ സംരക്ഷണത്തിനും രക്തചംക്രമണ വ്യൂഹത്തിനും ദഹനേന്ദ്രിയ വ്യൂഹത്തിനും ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനും കരളിന്റെ പ്രവർത്തനത്തിനും വളരെ സഹായകരമായ സംഗതികൾ പഴങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രമേഹം ഇല്ലാത്ത ഒരാള്, ഇനി ഒരു ബോർഡർ ലൈൻ ഷുഗർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഴങ്ങൾ കഴിക്കാം. പക്ഷെ ഇനി പ്രമേഹത്തിന് ഗുളികകൾ എടുത്തുകൊണ്ടിരിക്കുന്ന രോഗികളാണെങ്കിൽ പോലും നിയന്ത്രിതമായ രീതിയിൽ പഴങ്ങൾ കഴിക്കാവുന്നതാണ്. ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കണം, അതായത് നല്ല വെൽ സ്വീറ്റ് റൈപ്പൻ ഫോമിൽ, നന്നായിട്ട് മധുരമായിട്ട് പഴുത്തിരിക്കുന്ന പരുവത്തിൽ കഴിക്കാതിരിക്കുക. അതായത് പേരയ്ക്ക, ആപ്പിള്, റോബസ്റ്റ് പഴം, ഇതൊക്കെ കഴിക്കാവുന്നതാണ്. പ്രമേഹത്തിന് വേണ്ടതായ ചിട്ടകളും ശ്രദ്ധകളും ഗുളികകളും ഒക്കെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ റെഗുലർ ആയിട്ട് നിത്യേന നടക്കണം. നിങ്ങൾ എല്ലാ ജോയിന്റ്സിനും മൂവ്മെന്റ്സ് ഉണ്ടാകണം. പകൽ ഉറങ്ങാതിരിക്കണം. കാർബോഹൈഡ്രേറ്റ്, റൈസ് ഒഴിവാക്കണം. ഇവിടെയും റൈസിന്റെ കാര്യത്തിലും നിങ്ങൾ ഒരു ബോർഡർ ലൈൻ ഷുഗർ ഒക്കെ ആണെങ്കിൽ, അതായത് പലരും ചോദിക്കാറുണ്ട്, കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ പ്രമേഹം കൂടുമോ, അല്ലെങ്കിൽ പ്രമേഹം വരുമോ, അല്ലെങ്കിൽ പഴുത്ത ഏത്തപ്പഴം പുഴുങ്ങി കഴിച്ചാൽ പ്രമേഹം വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പലരും. ഇതൊന്നും കഴിച്ചതിന്റെ പേരിൽ പ്രമേഹം നിങ്ങൾക്ക് വരുന്നില്ല. പക്ഷെ അധികമായ തോതിൽ നിങ്ങൾക്ക് പ്രമേഹം ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾ പഴങ്കഞ്ഞി കുടിച്ചാലും കഞ്ഞി കുടിച്ചാലും പഴുത്ത പഴം പുഴുങ്ങി കഴിച്ചാലും ഒക്കെ പ്രമേഹം കൂടാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾ ഒരു ലഡുവോ ഒരു പായസോ ഒക്കെ കഴിക്കുന്നതിന്റെ 10% പോലും ദോഷവശങ്ങൾ പഴങ്ങളിലില്ല. അപ്പൊ ധൈര്യമായിട്ട് പഴങ്ങൾ കഴിക്കുക. ഇനിയിപ്പോ വെയിറ്റ് കുറയുന്നതിന് സഹായിക്കുന്നുണ്ട്, ഹൃദയ സംബന്ധമായ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്, കൊളസ്ട്രോള് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്, കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, നമ്മുടെ ശരീരത്തിന്റെ ചയാപചയ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നതിന് ആവശ്യമായ ഒട്ടേറെ മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള സംഗതികളാണ് പഴങ്ങൾ. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാം. കണ്ടീഷൻസ് അപ്ലൈ. ഒരു പ്രമേഹ രോഗിയാണ്, പ്രമേഹത്തിനായിട്ട് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ അറിവോടും അനുവാദത്തോടും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് മാത്രം പഴങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത്രമാത്രമേ ഉള്ളൂ. ഞാൻ ഡോക്ടർ സേവിയർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.